ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു മെയിൽ വന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ അൻവാസു നൽകിയ ഒരു മറുപടി നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അത് അത്ര നിഷ്കളങ്കമായിരുന്നില്ല. ആ മറുപടി, ആ ഇടപെടൽ എന്നുള്ളതാണോ ഈ അറസ്റ്റിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് സ്വിജികുമാർ? ഉന്മേഷ്, 2018-19 മുതൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി വാസുവിന്റെ ഇടപെടൽ SIT സംശയിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോകുന്നതിന്റെ ഓരോ ഘട്ടത്തിലും അതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ഈ പിടിയിലായ പ്രതികളിൽ ഉദ്യോഗസ്ഥരിൽ പലരും വാസുവിനെതിരെ നൽകിയ മൊഴി ബലമുള്ള മൊഴികൾ തന്നെയായിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. വാസു പ്രതിയാക്കുമെന്ന കാര്യം അതിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഇദ്ദേഹത്തിന്റെ റോള് എന്നത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ സ്വർണ്ണപ്പാളി ചെമ്പായത് എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നതും അതിന്റെ ഗൂഢാലോചനയുടെ തുടക്കം വാസു അവിടെ ദേവസ്വം ബോർഡിന്റെ സർവാധികാരിയായ ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന കാലത്താണ്. അവിടെയാണ് ഈ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും ഒക്കെ അതിലെ സ്വർണം ചെമ്പായി മാറുന്നത് അവിടെയാണ്. അവിടെ അത് ചെമ്പായി മാറിയെന്ന് തന്നെയല്ല, അങ്ങനെ ചെമ്പായി മാറുന്നതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ഇടപെടൽ വാസുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നിർധന പെൺകുട്ടിയുടെ വിവാഹത്തിന് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ കട്ടിളപ്പാളിയിലെ എടുത്ത സ്വർണത്തിന്റെ ബാക്കി വന്നു, അത് ഉപയോഗിച്ചോട്ടെ എന്ന ഒരു മെയിൽ വഴി, ഒരു രേഖാമൂലം ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൊണ്ടുപോയ ദ്വാരപാലക ശില്പമോ അതല്ലെങ്കിൽ കട്ടിളപ്പാളിയോ അതിലെ സ്വർണം മിച്ചം വരുന്നത് എന്ത് രാസവിദ്യയാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാൻ വാസു തയ്യാറായില്ല. തന്നെയുമല്ല, അത് റിപ്പോർട്ട് ചെയ്യാൻ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. അത് ഹൈക്കോടതിയെ അറിയിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഗുരുതരമായ ചട്ടലംഘനം ആ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായി. തന്നെയുമല്ല, അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മാത്രം അല്ല, അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കരുത്തനായ പ്രസിഡന്റായി അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിയമവിരുദ്ധമായ ഇടപെടലുകൾ, അയാളുടെ ഗൂഢാലോചന, അയാൾ ശബരിമലയെ ലക്ഷ്യം വെച്ച് നടത്തിയ നീക്കങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ, അത് ഹൈക്കോടതിയെ അറിയിക്കാനോ ദേവസ്വം വിജിലൻസിനെ അറിയിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല എന്നതും ആ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് കൂടി പങ്കുണ്ട് എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവായി SIT വിലയിരുത്തുന്നു. അതും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ദേവസ്വം ഉദ്യോഗസ്ഥർ നേരിട്ട് നടത്തിയ ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും വാസു അതിൽ ഇടപെട്ടില്ല എന്ന് തന്നെയല്ല, കണ്ണടയ്ക്കുകയോ അതിന് ഒത്താശ ചെയ്യുകയോ ചെയ്തു എന്ന് വേണം അതിൽ നിന്ന് വിലയിരുത്തണം. അതുകൊണ്ട് വാസുവിന്റെ അറസ്റ്റ് എന്നത് വൈകി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ, അത് ഒഴിവാക്കാനേ കഴിയുമായിരുന്നില്ല. ഇനിയും ഈ അന്വേഷണ സംഘം എവിടേക്ക് പോകും? ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന CPM-ന്റെ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാവ് പത്മകുമാറിലേക്ക് അന്വേഷണം നീങ്ങുമോ എന്നതാണ് അറിയേണ്ടത്. ഹൈക്കോടതി തുടർച്ചയായി എടുത്തിട്ട് കുടയുന്ന 2 ദേവസ്വം ബോർഡാണ് ഈ 2018-19 കാലത്തെ പത്മകുമാർ പ്രസിഡന്റായ ബോർഡും ഇപ്പോൾ പ്രശാന്ത് പ്രസിഡന്റായ ബോർഡും. ഈ 2 ബോർഡിനും ഈ അഴിമതിയുടെ കാര്യത്തിൽ മാറി നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ഗുരുതരമായ അവരുടെ ഇടപെടലുകൾ വ്യക്തമായ തെളിവുകൾ സഹിതം അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കോടതി നൽകിയ ഇടക്കാല ഉത്തരവുകളിൽ അതിന്റെ സൂചനകളുമുണ്ട്. അങ്ങനെ 2 ദേവസ്വം ബോർഡുകളും ചോദ്യമുനയിലാണ്, അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ അതിലെ ഒരു ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്ന വാസു, അതിൽ ഒരു ബോർഡിന്റെ കാലത്ത് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു ഇപ്പോൾ അറസ്റ്റിലാവുകയാണ്. ആ ബോർഡിന്റെ സമയത്ത് പ്രസിഡന്റിലേക്ക് ഇനി അന്വേഷണം പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ ഇതുവരെ ഉണ്ടായ അറസ്റ്റ് പോലെയല്ല വാസുവിന്റെ അറസ്റ്റ്. അതിൽ SIT ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് അതിൽ കുറെ കൂടി ഉന്നതരിലേക്ക് അവരുടെ വലകൾ അല്ലെങ്കിൽ അവരുടെ കൈകൾ നീട്ടുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷം ഈ അറസ്റ്റിന് വേണ്ടി മുറവിളി കൂട്ടിയിരുന്നു. എന്തുകൊണ്ടാണ് വാസുവിനെ സർക്കാർ സംരക്ഷിക്കുന്നത്, SIT സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തി പ്രതിപക്ഷം രാഷ്ട്രീയമായ വിഷയം ആ ഘട്ടത്തിൽ തന്നെ എടുത്തതാണ്. നമ്മൾ നിൽക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ്. ആ തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രധാനപ്പെട്ട വിഷയമാക്കുമെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. അതിനിടയിലാണ് അക്കാലത്തെ പ്രധാനപ്പെട്ട, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു നോമിനിയാണ്, നേരിട്ടുള്ള നോമിനിയാണ് വാസു എന്നൊക്കെ ആരോപണം ഉയർന്നതാണ്. അത്തരം ഒരാളെ ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് അത് നിയമപരമായും SIT-യുടെ നടപടിക്രമങ്ങൾ എന്നതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി അത് വലിയ ഒരു വിഷയമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരും. അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് വളം നൽകുകയോ അല്ലെങ്കിൽ കരുത്തു നൽകുകയോ അല്ലെങ്കിൽ അതിന് ഇന്ധനമാവുകയോ ചെയ്യുന്നതാണ് SIT-യുടെ ഈ അറസ്റ്റ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, രാഷ്ട്രീയമായി കൂടി ഇതിന് മറുപടി പറയേണ്ടി വരും CPM എന്ന വിഷയം കൂടി ഇവിടെ ഉയർന്നു വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഉന്മേഷ്, നാളെ കോൺഗ്രസിന്റെ പ്രക്ഷോഭം നടക്കാനിരിക്കുകയാണ്, അതിനിടയിൽ കൂടിയാണ് ഈ അറസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.